അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചുള്ള സ്റ്റൂ ആണ്. അതിനായി എടുത്തത് ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഇടുന്നത്. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെന്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എല്ലാവരും അമ്മാസ് വ്ലോഗ് കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്കും സപ്പോർട്ടും തരണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റൂ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നീട് അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ 1/4 പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/4 പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ ഫ്ലെയിമിൽ വെക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഈ സ്റ്റൂ തയ്യാറാക്കിയത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് സ്റ്റൂ ഉണ്ടാക്കിയത്. എല്ലാവരും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.